Hey guys, welcome to my channel. Today we are gonna learn a crochet rose flower. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, so you can easily go through. Let's learn crochet episode number 2. So first make a magical and നമ്മളിവിടെ നമുക്ക് എത്ര പെറ്റൽസ് ആണ് വേണ്ടത് അതിനെ 3 കൊണ്ട് ഗുണിക്കുക. ഐ മീൻ എത്ര പെറ്റൽസ് വേണം ഇൻറ്റു 3+2 അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് 20 പെറ്റൽസ് ആണ് വേണ്ടത്. സോ 20 × 3 = 60 + 2 62. ഞാനിവിടെ 62 ചെയിൻസ് ആണ് ഫൗണ്ടേഷൻ ചെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ചെയിൻസിൻ്റെ കൗണ്ട് ഡൗൺ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു 20 ചെയിൻസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. യു ക്യാൻ യൂസ് നമ്മുടെ സേഫ്റ്റി പിൻസോ അല്ലെങ്കിൽ ഹെയർ പിൻസ് ഒക്കെ ഇല്ല, അതൊക്കെ ആയാലും നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്ത് പോകാവുന്നതാണ്. 62 ചെയിൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സിംഗിൾ ചെയിൻസ് തിരിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഫ്രം ദ സെക്കൻഡ് ലാസ്റ്റ് ലൂപ്പ് നമ്മൾ വീണ്ടും സിംഗിൾ ചെയിൻ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ലൈക്ക് ദിസ്. നമ്മുടെ ഹുക്കുള്ളത് 62ാമത്തെ ചെയിനിൽ. സോ 61ാമത്തെ ചെയിനിലായിരിക്കും നമ്മൾ സിംഗിൾ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈക്ക് ദിസ്. സോ കണ്ടിന്യൂസ്ലി നമ്മൾ ടോട്ടൽ 61 ചെയിൻസിലേക്ക് വീണ്ടും ചെയ്യുകയാണ് വേണ്ടത്, സിംഗിൾ ചെയിൻ മാത്രം. സോ ഹിയർ ഐം ഡൺ വിത്ത് ദ ചെയിൻസ്. നമ്മൾ ഫസ്റ്റ് റോയിൽ 62 ചെയിൻസ് ചെയ്തു ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ലൂപ്പിൽ നിന്ന് നമ്മൾ തിരിച്ചും സിംഗിൾ ചെയിൻസ് ചെയ്ത് തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ റോ സെക്കൻഡിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 5 ആണ്. സോ ചെയിൻ 5 എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ പ്ലസ് ചെയിൻ 2 ആണ്. ഈ ഡബിൾ ക്രോഷ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 ചെയിൻ ഇട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ 3 ചെയിൻസ് നമ്മുടെ ഡബിൾ ക്രോഷ്യ ആയിട്ടും 2 ചെയിൻ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഈ 5 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെയിം സ്റ്റിച്ചിൽ സെയിം സിംഗിൾ ചെയിനിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്, ലൈക്ക് ദിസ്. സോ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വിടുക ആൻഡ് അവിടെ ചെന്നിട്ട് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൽ 3 ചെയിൻസ് വരും ആൻഡ് നമ്മൾ 2 സ്റ്റിച്ചിലൂടെ ആ യാൺ പുൾ ത്രൂ ചെയ്യുക, വീണ്ടും 2 സ്റ്റിച്ചിലൂടെ പുൾ ത്രൂ ചെയ്യുക. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സെയിം സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. നമ്മുടെ ആ ഫൗണ്ടേഷൻ ചെയിനിൽ നിന്ന് 2 സ്റ്റിച്ചസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ സെയിം പ്രോസസ്സ് നമ്മൾ 3ാമത്തെ ചെയിനിലും വീണ്ടും ചെയ്യുകയാണ്. അതായത് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, വീണ്ടും ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഓക്കെ, സോ നമ്മൾ 2 സ്റ്റിച്ചസ് ഫൗണ്ടേഷൻ ചെയിനിൽ 2 സ്റ്റിച്ചസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ആൻഡ് ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഓക്കെ, സോ ഇത് കണ്ടിന്യൂ ചെയ്യുക. സോ ഹിയർ ഐ എം ഡൺ വിത്ത് റോ 2. നമ്മൾ ഇനി 3ാമത്തെ റോയിൽ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുക. ചെയിൻ 1, 2 ആൻഡ് ചെയിൻ 3. സോ ഈ ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ നമ്മൾ അഗൈൻ ഒരു ഡബിൾ ക്രോഷ്യ ആ സെയിം ചെയിൻ 2 ഗ്യാപ്പിൽ, അതായത് ആ വലിയൊരു ഗ്യാപ്പ് കണ്ടു, ആ ഗ്യാപ്പാണ് നമ്മുടെ കഴിഞ്ഞ റോയിൽ ചെയ്ത ചെയിൻ 2ൻ്റെ ഗ്യാപ്പാണത്. സോ അവിടെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. സോ ടോട്ടൽ നമ്മളിപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു ആൻഡ് അഗൈൻ നമ്മളൊരു 2 ചെയിൻസ് ചെയ്യുകയാണ്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. 2 ഡബിൾ ക്രോഷ്യ, അഗൈൻ 2 ചെയിൻസ് ആൻഡ് ആ സെയിം ഗ്യാപ്പിൽ തന്നെ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. സോ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻസ് ആൻഡ് 2 ഡബിൾ ക്രോഷ്യ. ഓക്കെ, സോ ആ ചെയിൻ 2 ഗ്യാപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 ആൻഡ് അഗൈൻ 2 ഡബിൾ ക്രോഷ്യ ആണ് ആ സെയിം ചെയിൻ 2 ഗ്യാപ്പിൽ ചെയ്യേണ്ടത്. സോ ഈ സെയിം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യുക. നമ്മുടെ ആ ചെയിൻ 2 ഗ്യാപ്പ് വരുന്ന സ്പേസിൽ നമ്മൾ കംപ്ലീറ്റ് അക്രോസ് ചെയ്യുക. സോ ചെയിൻ 2 ഗ്യാപ്പിൽ മാത്രം ചെയ്യുക. ഈ താഴത്തെ ഗ്യാപ്പിലല്ല, മുകളിലത്തെയാണ് നമ്മുടെ ചെയിൻ 2 വരുന്നത്. സോ അവിടെ മാത്രം 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ആൻഡ് അഗൈൻ 2 ഡബിൾ ക്രോഷ്യ ഇൻ ദ ചെയിൻ 2 ഗ്യാപ്പ്. സോ ഹിയർ ഐ എം കംപ്ലീറ്റഡ് വിത്ത് റോ 3. ഇനി നമ്മൾ നെക്സ്റ്റ് റോ 4 അല്ലെങ്കിൽ റൗണ്ട് 4ലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റാർട്ട് വിത്ത് ചെയിൻ 3. ഈ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
ആൻഡ് ചെയിൻ 3. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ 2ൻ്റെ ഗ്യാപ്പ്, ആ ചെയിൻ 2 ഒരു ഗ്യാപ്പ് കാണാം. ആ ചെയിൻ 2 ഗ്യാപ്പിൽ നമ്മൾ 8 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആൻഡ് നമ്മൾ കണ്ടിന്യൂലി ആ ഗ്യാപ്പിൽ തന്നെ 8 ഡബിൾ ക്രോഷേസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഒരു പെറ്റൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഡബിൾ ക്രോഷേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴെയുള്ള ഒരു ഷെല്ല് പോലത്തെ ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മളെവിടെ സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമ്മുടെ ചെയിൻ 2 ഗ്യാപ്പ് വരുന്നിടത്ത് മാത്രമാണ് നമ്മൾ 8 ഡബിൾ ക്രോഷേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഗ്യാപ്പ് ഒരു ഷെല്ല് പോലെ ഫോം ചെയ്യുന്ന ഗ്യാപ്പാണ്. അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് അഗൈൻ നമ്മൾ നെക്സ്റ്റ് ചെയിൻ 2 സ്പേസിലേക്ക് പോകുമ്പോൾ 8 ഡബിൾ ക്രോഷേസ് ചെയ്യുക. ആൻഡ് ഇവിടെ ഞാനിവിടെ 4ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. സോ ഇനി നമുക്ക് സെപ്പൽസ് ചെയ്യാം. സെപ്പൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ അടിയിലൊക്കെ നമ്മൾ 5ഓ 6ഓ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു തണ്ടിൻ്റെ ഇതിന് ഫോം ചെയ്ത് വരുന്ന ഒരു ഇതില്ലേ, അതുപോലത്തെ സംഭവം ചെയ്യാം. സോ again start with the magic ring. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. 1 2 3 4 and 5. സോ ഇനി നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, ലൈക്ക് ദിസ്. അപ്പം നമുക്ക് 5 സിംഗിൾ ക്രോഷേസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ 2 സിംഗിൾ ക്രോഷേസ് ചെയ്യുക. അതായത് 5 സിംഗിൾ ക്രോഷയിൽ ടോട്ടൽ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ 10 സിംഗിൾ ക്രോഷേസ് വരുന്ന പോലെ നമ്മൾ റൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഓരോ സിംഗിൾ ക്രോഷേ ചെയിനിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 10 സിംഗിൾ ക്രോഷേസ് ആണ് ഉണ്ടാവുക. ആൻഡ് നമ്മൾ 10 സിംഗിൾ ക്രോഷേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് ചെയിനിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10 സിംഗിൾ ക്രോഷേസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് ഇതിലും ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷയിൽ ഒരെണ്ണം, പിന്നെ നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിൽ 2 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തേൽ 2 സിംഗിൾ ക്രോഷേസ് വെച്ച് ചെയ്യുക. ടോട്ടൽ നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സിംഗിൾ ക്രോഷേസ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ 15 വരെയുള്ള സിംഗിൾ ക്രോഷേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിൽ 4th റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സിംഗിൾ ക്രോഷയിൽ കൂടെ ഒന്നോടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ സോ 15 സിംഗിൾ ക്രോഷേ ചെയ്ത റൗണ്ടിൽ നമ്മൾ നെക്സ്റ്റും അഗൈൻ 15 സിംഗിൾ ക്രോഷേസ് ആണ് ഉണ്ടാവുക. പതിനഞ്ച് സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ചെയിൻ 9 ചെയ്യുക. ഓക്കെ, 3 4 5 6 7 8 and 9. 9 സ്റ്റിച്ചസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രം ദ സെക്കൻഡ് ലാസ്റ്റ് ലൂപ്പ്, അതായത് നമ്മുടെ 8th ലൂപ്പിൽ നിന്ന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് തുടങ്ങേണ്ടത്. സോ 8th സ്റ്റിച്ചിലും 7th സ്റ്റിച്ചിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രം ദ സെക്കൻഡ് ലാസ്റ്റ് ലൂപ്പ് 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, അതായത് 8th-ലും 7th-ലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആൻഡ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച്, അതായത് 6th സ്റ്റിച്ചിൽ നമ്മൾ
സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെയിം ആസ് നമ്മൾ 5th അത് തന്നെ ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, സോ 8th 7th സ്ലിപ്പ് സ്റ്റിച്ച്, 5th ആൻഡ് 6th നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 4th സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ അത് കഴിയുമ്പോൾ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. 3rd സ്റ്റിച്ചിലും 2nd സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ 3rd ആൻഡ് 2nd സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ റൗണ്ട് സർക്കിളിൽ 2 സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 3ാമത്തെ സ്റ്റിച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ 5 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. സോ ഒരു 3 സ്റ്റിച്ചിലായിരിക്കും നമ്മുടെ ഒരൊറ്റ ഇത് വരിക. അപ്പോൾ ടോട്ടൽ 15 ഡിവൈഡഡ് ബൈ 3 = 5. സോ ഇതുപോലെ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്റ്റാർ പോലത്തെ ഇതായിരിക്കും കിട്ടാൻ പോകുന്നത്. സെപ്പൽസ് ഇങ്ങനെ കിട്ടും. ആൻഡ് സെപ്പൽസിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മുടെ ഫസ്റ്റ് മാജിക് റിങ്ങിൻ്റെ ആ സ്റ്റാർട്ടിങ് പോർഷനിലൂടെ നമ്മളൊരു വുഡ് സ്റ്റിക്ക് ഓർ ഫ്ലോറിസ്റ്റിക് വയർ എന്ന് പറഞ്ഞ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ യൂഷ്വൽ റോസിൻ്റെ തണ്ട് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഇച്ചിരി കട്ടിയുള്ള ഈ വുഡ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. യു ക്യാൻ യൂസ് ഫ്ലോറൽ സ്റ്റിക്ക് ആയാലും ഉപയോഗിക്കാം. ആൻഡ് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഇത് ഇങ്ങനെ ഈ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം ഗ്ലൂഗൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ, കാരണം ഗ്ലൂഗൺ പെട്ടെന്ന് ഒട്ടും. നമുക്ക് ഇങ്ങനത്തെ ക്രോഷ്യ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടണം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ഫാബ്രിക് ഗ്ലൂ അതൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് അത് സഡൻ ആയിട്ട് ഒട്ടും അവിടെ ഇരിക്കും. പക്ഷെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ റോൾ ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കണം, ശ്രദ്ധിക്കുക. സോ ഫുൾ ചുറ്റി കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ ഫോം ആയിട്ടുണ്ടാവും ലൈക്ക് ദിസ്. ഇത് നമ്മൾ സെപ്പൽസ് ഒട്ടിക്കാൻ വേണ്ടി സെപ്പൽസ് മുകളിലേക്ക് നമ്മൾ ഫ്ലവറിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവന്ന് വെച്ച് ഗ്ലൂ ചെയ്യുക. ആദ്യം ഇതിൻ്റെ റൗണ്ട് ഗ്ലൂ ചെയ്യുക, പിന്നെ ഓരോ ഇതളുകൾ, സെപ്പൽസിൻ്റെ ഓരോ ഇതളുകൾ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓരോരോ ഇതും ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കുക. ദെൻ നമ്മൾ ഓരോ സെപ്പൽസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഓരോന്നായിട്ട് ഓരോ ഇതളുകളും നമ്മുടെ ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സോ എന്നാൽ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞ് നമ്മളിനി ഈ വുഡ് സ്റ്റിക്കിന് ഒന്നെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ ടേപ്പ് യൂസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്യാം. ഞാനിപ്പോൾ സെയിം കളർ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കുകയാണ്, ആ ഗ്രീൻ കളർ റോസ് ഫ്ലവറിൻ്റെ തണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ക്രോഷറ്റ് റോസ് ഫ്ലവർ. സോ നിങ്ങൾ ചെയ്ത് നോക്കുക ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. Thanks for watching and bye.